ഓക്കെ. സോ ഗുഡ് ഈവനിങ് ഓൾ. നമ്മളിന്ന് ഡിജിറ്റൽ ലോജിക് ഫാമിലിയെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പം ഡിജിറ്റൽ ലോജിക് ഫാമിലിക്കകത്ത് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് പഠിച്ചതിന് ശേഷം ഓരോ ലോജിക് ഫാമിലിയിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പം ഡിജിറ്റൽ ഐസീസ്. അപ്പൊ ഇത് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഒരു കുറച്ച് കുറെ എന്താണ് ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, നോട്ട് ഗേറ്റും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഐ സി നമ്പേഴ്സ് എല്ലാം തന്നെ ഓർത്തിരിക്കണം. അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ ഇത് കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. ഡിജിറ്റൽ ഐ സി ഇപ്പൊ ഒരു 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C7400 ആണ്. ഓക്കെ. ഇവിടെ പറയാൻ കാരണം ഈ ഒരു പർട്ടിക്കുലർ TTL ലോജിക് ഒരു ലോജിക് ഫാമിലി വെച്ചിട്ടായിരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ഐസീസ് ഇതൊക്കെ വരുന്നത്. സോ അതിനകത്ത് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നതേ ഉള്ളൂ. നാൻഡ് ഗേറ്റിന്റെ ഈ നമ്പർ ഇതൊന്ന് ഓർത്ത് വെക്കുക. പിന്നുള്ള ഡിജിറ്റൽ ഐസീസ് ആണ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിന്റെ നെയിം ഒന്ന് ഓർത്ത് വെക്കുക. ഐസിയുടെ പിക്ചർ ഞാൻ ചുമ്മാ ഇട്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ 2 ഇൻപുട്ട് നോർ ഗേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്പറൊക്കെ ഓർത്ത് വെച്ചണം. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന വളരെ കുറച്ച് കാര്യം ഐസിയുടെ പേരും നെയിം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള എല്ലാ ഒരുവിധപ്പെട്ട ബേസിക് ഗേറ്റ്സും യൂണിവേഴ്സൽ ഗേറ്റ്സിന്റെ ഒക്കെ ഈ ഐസി നമ്പർ നിങ്ങൾ ഓർത്ത് വെച്ചോണേ. അതുകൊണ്ട് ഞാനിത് കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇതിന്റെ ലോജിക് ഡിവൈസിന്റെ പിൻ ഔട്ട് ആണ്. ഇപ്പം 1 2 3 4 നോർമലി നമ്മൾ ഐസിയുടെ പിൻ കൊടുക്കുന്നത് അറിയാമല്ലോ. 1 2 3 4 5 6 ഇങ്ങനെ ആയിരിക്കും പിൻ കൊടുക്കുന്നത്. പിന്നെ ഇത് ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ എക്സ്ട്രാ ഇൻഫർമേഷന് വേണ്ടിയിട്ട് മാത്രം ഇട്ടതേ ഉള്ളൂ. ഇത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ. നമുക്ക് പഠിച്ചു തുടങ്ങുന്നത് അത് ഇവിടെ മുതലാണ്. ലോജിക് ഫാമിലി എന്താണെന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ. അപ്പം ഓരോ ഡിവൈസസും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡിഫറെന്റ് വോൾട്ടേജ് ലെവൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത് കറക്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട്, അതായത് ആ ഒരു സെറ്റ് എല്ലാ ഡിഫറെന്റ് വോൾട്ടേജസ് ഒക്കെ വരുവാണെങ്കിൽ ആ ഒരു കറക്റ്റ് ഓപ്പറേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഗേറ്റുകളെ ഇന്റർ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും വോൾട്ടേജിന് ഒന്നും വേരിയേഷൻ വരാൻ പാടില്ല. അതെല്ലാം ഒരേ രീതിയിൽ വേണം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഗേറ്റ്സ് ഒക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നോർമലി ഫാമിലീസിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒരു കോൺഫിഗറേഷൻ നമ്മൾ സ്പെഷ്യൽ മാനറിൽ നമ്മൾ സർക്യൂട്ട് എലമെന്റ്സിനെ ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അതിനെയാണ് നമ്മൾ ലോജിക് ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ. ഒരു ഫാമിലി ആയിട്ടായിരിക്കും നമ്മുടെ കുറെ ലോജിക് ഫാമിലി പഠിക്കും. ഇപ്പൊ TTL ആണെങ്കിൽ TTLനകത്ത് കുറെ സ്പെസിഫിക്കേഷൻ ഉണ്ട്. ട്രാൻസിസ്റ്റർ ലോജിക് എന്ന് പറയും. ഇതിനകത്ത് കുറെ സ്പെസിഫിക്കേഷൻ ഉണ്ട് TTLനകത്ത്. എന്താണ് വോൾട്ടേജ് ഇത്രയായിരിക്കണം, ഇൻപുട്ട് വോൾട്ടേജ് ലോ ആണെങ്കിൽ ഇത്ര വോൾട്ടേജ് ആയിരിക്കണം, ഔട്ട്പുട്ട് വോൾട്ടേജ് ലോ ആണെങ്കിൽ ഇത്ര ആയിരിക്കണം, ഫാനിന് ഇത്രയാണ്, ഇങ്ങനെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ ഈ TTLന്റെ ആ ഒരു പാരാമീറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും ആ ഗേറ്റിന്റെ എല്ലാം ഒരു കോൺഫിഗറേഷൻ എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ. ലോജിക് ഫാമിലിയുടെ 2 ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. യൂണിപോളാറും ഉണ്ട്, ബൈപോളാറും ഉണ്ട്. ഓക്കെ. യൂണിപോളാർ, ബൈപോളാർ. അപ്പൊ ബൈപോളാർ ഡിവൈസസ് നമുക്കറിയാം. ട്രാൻസിസ്റ്റർ ഒക്കെ ബൈപോളാർ ഡിവൈസസ് ആണ്. സോ യൂണിപോളാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മോസ്ഫെറ്റ് അല്ലെ, മോസ്ഫെറ്റ് യൂണിപോളാർ ആണ്. അപ്പൊ ബൈപോളാർ ലോജിക് ഫാമിലി 2 ടൈപ്പ് ഉണ്ട്, സാച്ചുറേറ്റഡും നോൺ സാച്ചുറേറ്റഡും. നമുക്കെല്ലാം അറിയാം. ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ട്രാൻസിസ്റ്ററിനകത്ത് നോർമലി ആക്റ്റീവ് റീജിയൻ ഉണ്ട്, പിന്നെന്താണ് കട്ട് ഓഫ് റീജിയൻ ഉണ്ട്, പിന്നെന്താണ് സാച്ചുറേഷൻ റീജിയനും ഉണ്ട്. ഓക്കെ. അപ്പം ഈ ബൈപോളാർ ലോജിക് ഫാമിലിയിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സ് സാച്ചുറേഷൻ റീജിയനിലേക്ക് എന്റേർഡ് ആകും, ചിലത് സാച്ചുറേഷൻ റീജിയനിലേക്ക് എന്റേർഡ് ആവത്തില്ല. അങ്ങനെ സാച്ചുറേഷൻ റീജിയനിലേക്ക് എന്റേർഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ലോജിക് ഫാമിലിയെ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി എന്ന് പറയും. ഇനി സാച്ചുറേഷനിലേക്ക് എന്റേർഡ് ആവത്തില്ല, ജസ്റ്റ് ആക്റ്റീവും കട്ട് ഓഫിന്റെ ഇടയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ നോൺ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ നോൺ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്പീഡ് ആയിരിക്കും, അതിന് ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ. ഈ നോൺ സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി അതൊരു ഇവിടെ ഓക്കെ. അങ്ങനെ ഓക്കെ. അപ്പൊ സാച്ചുറേറ്റഡ് ഉണ്ട്, നോൺ സാച്ചുറേറ്റഡ് ഉണ്ട്. അപ്പൊ ആ ഒരു കൺക്ലൂഷൻ ഇപ്പോഴേ ഞാൻ പറയുന്നില്ല. അപ്പൊ ആ ഒരു റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ സാച്ചുറേറ്റഡും നോൺ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സാച്ചുറേറ്റഡിന്റെ അകത്ത് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആണ്. RTL ഉണ്ട്, റെസിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക്ക്, എമിറ്റർ കപ്പിൾഡ് ലോജിക്ക്. ഇതിന്റെയൊക്കെ ഫുൾ ഫോം നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. PSCക്ക് പലപ്പോഴും സിമ്പിൾ ഫുൾ ഫോം ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ റെസിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക്ക്, എമിറ്റർ കപ്പിൾഡ് ലോജിക്ക്, പിന്നെ
ഐ സ്ക്വയർ ലോജിക്ക് വരുന്നത് നമ്മുടെ ഇന്റഗ്രേറ്റഡ് ലോജിക്ക വരുന്നത്, ഐ സ്ക്വയർഡ് എൽ ലോജിക്ക്. പിന്നെ ടി ടി എൽ ട്രാൻസിസ്റ്റർ ലോജിക് ഉണ്ട്. പിന്നെ ഡയോഡ് ട്രാൻസിസ്റ്റർ ലോജിക് ഉണ്ട്. പിന്നെ ഈ ടി ടി എൽ തന്നെ കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, പ്യുവർ തിയറിയാണ് ലോജിക് ഫാമിലിക്ക്. നമുക്ക് ലോജിക് ഫാമിലിക്കകത്ത് കൂടുതലും ബൈഹാർട്ട് ചെയ്യേണ്ട വാല്യൂസും കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഈ ടി ടി എൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് കുറെ സീരീസ് ഉണ്ട് ടി ടി എൽ കോൺഫിഗറേഷനകത്ത്. ഓക്കെ, അതിനകത്ത് ഷോർട്ട് കീ ടി ടി എൽ എന്ന് പറഞ്ഞിട്ടൊരു ടി ടി എൽ ഫാമിലി ഉണ്ട്. അതാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ ഒന്നും ഇൻഡെപ്ത് പഠിക്കാനില്ല. പക്ഷെ ഏതാണ് സാച്ചുറേറ്റഡ് ആണ്, ഏതാണ് നോൺ സാച്ചുറേറ്റഡിലേക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. പിന്നെ നമ്മൾ പഠിക്കാനുള്ള നിങ്ങൾക്ക് സിമോസ് പഠിക്കാനുണ്ട്. പക്ഷെ സിമോസ് ഈസ് മെയ്ഡ് ഓഫ് പിമോസ് ആൻഡ് എൻമോസ്. അപ്പൊ പിമോസ് എൻമോസും സിമോസും വരുന്നത് യൂണിപോളാർ ലോജിക് ഫാമിലിയാണ്. നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ലോജിക് ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സിമോസ്, കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, ട്രാൻസിസ്റ്റർ ലോജിക്കും എമിറ്റർ കപ്പിൾഡ് ലോജിക് ഒക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ലോജിക് ഫാമിലീസ്. ഓക്കെ, ഇനി ഒരു ഐഡിയൽ ഇതൊക്കെ ഒരു ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഒരു ഐഡിയൽ ലോജിക് ഫാമിലി എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ലോജിക് ഫാമിലി കൺസ്യൂം ചെയ്യുന്ന പവർ കുറവായിരിക്കണം. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കണം. പിന്നെ ഈസി ടു യൂസ് ആയിരിക്കണം. പിന്നെ കുറെ ലോജിക് ഫംഗ്ഷൻ ആൻഡ്, നോട്ട്, നൂറ്, ഇതൊക്കെ കുറെ ലോജിക് ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനും ആ ലോജിക് ഫാമിലിക്ക് കഴിവുണ്ടാണ്. അപ്പൊ സിമോസ് ആണെങ്കിൽ സിമോസ് വെച്ച് നമുക്ക് നോഡ് ഡിസൈൻ ചെയ്യാം, സിമോസ് വെച്ച് നോട്ട് ഡിസൈൻ ചെയ്യാം, സിമോസ് വെച്ച് നാൻഡ് ഡിസൈൻ ചെയ്യാം. സോ ഡിഫറെന്റ് ലോജിക് ഫംഗ്ഷൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. അതൊക്കെ ഐഡിയൽ. പിന്നെ ക്ലിയർ വോൾട്ടേജ് ലെവൽ ഫോർ 0 and 1. ദാറ്റ് മീൻസ് സീറോ വോൾട്ടേജ്, ലോജിക് സീറോനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ചിലപ്പം 0 to 0.2 വോൾട്ട് ആയിരിക്കും വരുന്ന വോൾട്ടേജിനെ എല്ലാം ലോജിക് സീറോ എന്ന് പറഞ്ഞെടുക്കും. ചിലപ്പം 0.7 വോൾട്ട് ടു ഒരു 1.2 വോൾട്ട് വരെയുള്ളതൊക്കെ ലോജിക് ഹൈ ആയിട്ട് എടുക്കും. അപ്പൊ ഇത് തമ്മിലുള്ള വോൾട്ടേജ് ലെവൽ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഓവർലാപ്പ് ചെയ്യാനൊന്നും പാടില്ല. ഇത് 0 to 0.2 സീറോ എടുത്ത് 0.32 1 എടുക്കുമ്പോഴത്തേക്കും 1 സീറോ ആകാനും 0 1 ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഈ ലോജിക് ലോജിക് ഹൈക്കും നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് അത് ക്ലിയർ വോൾട്ടേജ് ലെവൽ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയിരിക്കണം, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി ഡിജിറ്റൽ ഐ സിയിൽ കുറെ ടെർമിനോളജി നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, 0 ഉം 1 ഉം ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലോജിക് ലെവല്. ലോജിക് സീറോയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നോർമലി പക്ക 0 വോൾട്ട് വെച്ചിട്ടല്ല, 0 വോൾട്ടേജിന് അടുത്തായിട്ട് വരുന്ന ഒരു അലോവബിൾ റേഞ്ച് ഉണ്ട് ഓരോ ലോജിക് ഫാമിലിക്കും. ചിലതിന് ഞാൻ ഈ പറഞ്ഞ പോലെ 0 to 0.2, ചിലതിന് മൈനസിൽ നെഗറ്റീവ് വാല്യൂ തുടങ്ങുന്നുണ്ട്, ചിലത് 0 to 0.5 ആയിരിക്കും. ആ ഒരു അലോവബിൾ റേഞ്ച് സീറോയ്ക്ക് അടുത്തുള്ള ഒരു വോൾട്ടേജിനെയൊക്കെ നമ്മൾ ലോജിക് സീറോ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇനി ഏത് വോൾട്ടേജ് വെച്ചിട്ടാണ് നമ്മൾ ലോജിക് 1നെ റെപ്രസെന്റ് ചെയ്യുന്നത്? ലോജിക് 1നെ റെപ്രസെന്റ് ചെയ്യുന്നത് കുറച്ചുകൂടി ഒരു ഹൈ വോൾട്ടേജ്, ദാറ്റ് മീൻസ് 2 to 4 വോൾട്ടേജ്. ഓക്കെ, 2 to 4 ആ ഒരു ഹൈ വോൾട്ടേജ്. മേ ബി ചിലതിനകത്ത് 12 to 15 ആയിരിക്കും ചില ലോജിക് ഫാമിലി. ചില ലോജിക് ഫാമിലിനകത്ത് 5 മുതൽ 8 വോൾട്ടേജ് വരുന്നതിനെല്ലാം നമ്മൾ ലോജിക് ഹൈ ആയിട്ട് എടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ലോജിക് 1നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഹൈ വോൾട്ടേജ് റേഞ്ച് വെച്ച്. ലോജിക് സീറോനെ നോർമലി ലോ വോൾട്ടേജ് റേഞ്ച് വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓരോ ലോജിക് ഫാമിലി അനുസരിച്ചിട്ട് അത് മാറുകയും ചെയ്യും. ഓക്കെ, സി ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ കുറെ പാരാമീറ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യത്തെ പാരാമീറ്റർ ആണ് ഈ ലോജിക് ലെവൽ എന്താണെന്ന് മനസ്സിലാക്കണം. ലോജിക് ലെവൽ രണ്ടെണ്ണാണുള്ളത്, 0 ഉണ്ട് 1 ഉണ്ട്. 0നെ റെപ്രസെന്റ് ചെയ്യാൻ ലോവർ വോൾട്ടേജ് റേഞ്ച് എടുക്കും, 1നെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മളൊരു ഹയർ വോൾട്ടേജ് റേഞ്ചും എടുക്കും. ഓക്കെ, ഇനിയുള്ളത് വോൾട്ടേജ് ലെവൽസ് ആണ്. വോൾട്ടേജ് ലെവൽസ് ഇവിടെ നിങ്ങൾ ഈ ഫിഗർ നോക്കി, ഈ ഫിഗറൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളും പഠിക്കേണ്ട കാര്യങ്ങളും ഞാൻ പറയാം. ഈ വാല്യൂസ് ഒന്നും പഠിക്കേണ്ട, പക്ഷെ മനസ്സിലാക്കി വെക്കുക. വോൾട്ടേജ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വോൾട്ടേജ് ലെവൽ നമ്മൾ പറയും നോർമലി. VIH, ഓക്കെ, VOH. ടെക്സ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ കാണാൻ പറ്റും. ഓക്കെ, ഇത് ഓക്കെ, അത് ഇവിടെ തന്നെ ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, ഇൻപുട്ട് സിഗ്നൽ ലെവലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് സിഗ്നലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ ഒന്നുകിൽ ലോജിക് ഹൈ ആയിരിക്കാം, അല്ലെങ്കിൽ ലോജിക് ലോ ആയിരിക്കാം. കണ്ടോ, അതാണ് VIH-ഉം VIL-ഉം. VI എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഹൈ ആകാനുള്ള വോൾട്ടേജ് ലെവൽ. VIL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ലോ ആകാനുള്ള വോൾട്ടേജ് ലെവൽ. കണ്ടോ, അപ്പൊ ഇൻപുട്ട് ലോ ആകാനുള്ള വോൾട്ടേജ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിനകത്ത് നോക്കിയേ, 0 to 0.8 വോൾട്ടേജ് വരുന്നതെല്ലാം നമ്മൾ ലോജിക് ലോ ആയിട്ട് എടുക്കും. നോ,
2 to 5. സി ഇത് ടി ടി എൽ ഗേറ്റിന് വേണ്ടിയിട്ടാണ്. ഇത് ടി ടി എല്ലിന്റെ ഒരു വോൾട്ടേജ് റേഞ്ച് ആണ്. അത് വേണേ ഓർത്ത് വെക്കാം, ഞാൻ ടേബിൾ തരുന്നുണ്ട്, നിങ്ങൾ അതിനകത്തുള്ളത് പഠിച്ചാൽ മതി. 2 to 5 വോൾട്ടേജ് ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് ലോജിക് ഹൈ ഫോർ ടി ടി എൽ ഗേറ്റ്. ഇനി ഈ ടി ടി എൽ ലോജിക് ഫാമിലി നോക്കുവാണെങ്കിൽ ഔട്ട്പുട്ട് സിഗ്നലിന് ഇതേ കൂട്ട് ഒരു റേഞ്ച് ഉണ്ട്. ഔട്ട്പുട്ട് സിഗ്നലും ഔട്ട്പുട്ട് വോൾട്ടേജും ഹൈ, ലോജിക് ഹൈ ആകാം, ഔട്ട്പുട്ട് വോൾട്ടേജ് ലോജിക് ലോയും ആകാം. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ ആകണമെങ്കിൽ ഏത് റേഞ്ചിന് ഇടയിലായിരിക്കണം? ഇത് 2.7 to 5 വോൾട്ടേജ് ഇടയിലാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ ആകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ലോ ആകുന്നത് എപ്പോഴായിരിക്കും? ബിറ്റ്വീൻ 0 and 0.5 വോൾട്ട് വരുന്ന ആ റേഞ്ചിലുള്ള വോൾട്ടേജ് വരുന്ന സിഗ്നൽ എല്ലാം നമ്മൾ ലോജിക് ലോ ആയിട്ട് എടുക്കും. ഇത് ഔട്ട്പുട്ടിലുള്ളതാണ്, ഇത് ഇൻപുട്ടിലുള്ളതാണ്. സി നോക്കി, അപ്പൊ ക്ലിയർ ആയിട്ട് വോൾട്ടേജ് ലെവൽ ഓരോ ലോജിക് ഫാമിലിയും ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. ഇത് ഏതിനാണത്തെ? ഇത് ടി ടി എൽ ലോജിക് ഫാമിലിയുടെ റേഞ്ചസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് ആണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഠിക്കാം, പക്ഷെ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നോർമലി അങ്ങനെ ചോദിക്കാറില്ല. ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ ആയിരിക്കില്ല അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷെ ഒരു നിയർ ടു വാല്യൂസ്, നെഗറ്റീവ് ഒന്നും പറയാണ്ട് നോക്കണം. ബിക്കോസ് ദർ ആർ ലോജിക് ഫാമിലീസ് വേർ ഈ നെഗറ്റീവ് വാല്യൂസ് ആർ ഓൾസോ ടേക്കൺ ഫോർ ലോജിക് ലോ ആൻഡ് ലോജിക് ഹൈ. ഓക്കെ, ഇനി വോൾട്ടേജ് പാരാമീറ്റേഴ്സ്. ഇങ്ങനെ ടെക്സ്റ്റിലൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും നമുക്ക് വോൾട്ടേജ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നോക്കിക്കേ, വോൾട്ടേജ് പാരാമീറ്ററിനകത്ത് ഇൻപുട്ട് വോൾട്ടേജിന് ക്യാൻ ബി ഹൈ ഓർ ഇൻപുട്ട് വോൾട്ടേജ് വി ഐ ക്യാൻ ബി ലോ. അതാണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്, കണ്ടോ? ഇനി അതേ കൂട്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ക്യാൻ ബി ഹൈ ആൻഡ് ഓൾസോ ഔട്ട്പുട്ട് വോൾട്ടേജ് ക്യാൻ ബി ലോ. കണ്ടോ? അതാണ് ഇതും കാണിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് ഹൈ ആകാം, ഇൻപുട്ട് വോൾട്ടേജ് ലോ ആകാം, അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ ആൻഡ് ഓൾസോ ഔട്ട്പുട്ട് വോൾട്ടേജ് ലോ. അപ്പം മറ്റേത് കാണിച്ചത് പോലെ തന്നെയാണ് ഇത്. എഗെയിൻ ഒരു സ്റ്റാൻഡേർഡ് 5 വോൾട്ട് ടി ടി എൽ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ 0 to ഗ്രൗണ്ട് 0 ആണ്. കണ്ടോ? വി സി സി 5 വോൾട്ട് ആണ്. അപ്പൊ ഇതിനകത്ത് വി ഐ എച്ചിനകത്ത് നമ്മൾ കാണുന്നത് നോക്കിയേ, വി ഐ എച്ചിനകത്ത് മിനിമം ആണ് എടുക്കുന്നത്. സി അതൊന്നുമല്ല, ഇത് തന്നെ നിങ്ങൾ നോക്കിക്കേ. ഓക്കെ, ഈ ഇൻപുട്ടിനകത്ത് 2 to 5 വോൾട്ട് വരെ നമ്മൾ ഇൻപുട്ടിനകത്ത് ഹൈ ആയിട്ട് എടുക്കും. സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാവും ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കേ, വി ഐ എച്ച് മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ഐ എച്ച് മിനിമം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓക്കെ, ഇൻപുട്ടിനകത്ത് ഇൻപുട്ട് വോൾട്ടേജ് ഹൈ ആകാനുള്ള മിനിമം വോൾട്ടേജ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് വോൾട്ടേജ് ഹൈ ആകാനായിട്ട് നമ്മളൊരു റേഞ്ച് കൊടുക്കും അല്ലെ? ഇപ്പൊ 2 വോൾട്ട് മുതൽ, ഇതിനകത്ത് ആ മാക്സിമം മിനിമം കാണിച്ചിട്ടില്ല. ഇപ്പൊ 2 വോൾട്ട് മുതൽ 5 വോൾട്ട് വരെയാണ് ഇൻപുട്ട് വോൾട്ടേജ് ഹൈ ആകുന്ന വോൾട്ടേജ് എന്ന് വിചാരിക്കുക, വോൾട്ടേജ് റേഞ്ച് എന്ന് വിചാരിക്കുക. ഇൻപുട്ട് വോൾട്ടേജ് ഹൈ ആകുന്ന വോൾട്ടേജ് റേഞ്ച് ഇതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് ഹൈ ആകാനുള്ള മിനിമം വോൾട്ടേജ് ഈ 2 വോൾട്ട് ആയിരിക്കും. മനസ്സിലായോ? ഈ ഇൻപുട്ട് വോൾട്ടേജ് മാക്സിമം ആകാനുള്ള ഇത് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഇൻപുട്ട് വോൾട്ടേജ് ഹൈയുടെ മിനിമം റേഞ്ച് ഇതും, ഇൻപുട്ട് വോൾട്ടേജ് ഹൈയുടെ മാക്സിമം റേഞ്ചും ഇതായിരിക്കും. അപ്പൊ ഇത് നോക്കിക്കേ, ഇതിനകത്ത് പറയുവാണെങ്കിൽ, ഈ സൈഡിൽ പറയുവാണെങ്കിൽ, ഇത് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ആണ്. ഇൻപുട്ട് സിഗ്നൽ ഹൈ ആകാനായിട്ട് ഉള്ള റേഞ്ച് 2 to 5 ആണ്. ഈ 5 ആണ് അതിന്റെ മാക്സിമം വാല്യൂ, ഈ 2 ആണ് അതിന്റെ മിനിമം വാല്യൂ. അതുപോലെ തന്നെ ഇൻപുട്ട് വോൾട്ടേജ് ലോ ആകാനുള്ള റേഞ്ച് ആണ് ഇത്. കണ്ടോ? അതിന്റെ മിനിമം വാല്യൂ ഉണ്ട്, അതിന്റെ മാക്സിമം വാല്യൂ ഉണ്ട്. കണ്ടോ? അപ്പൊ ആ മാക്സിമം മിനിമം ആണ് ഇവിടെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? പക്ഷെ വി ഐ എച്ചിന് നമ്മൾ മിനിമവും വി ഐ എല്ലിനാണ് നമ്മൾ മാക്സിമം എടുക്കുന്നത്. അതെന്താണെന്ന് അറിയാവോ? ഈ ഫിഗർ തന്നെ നോക്കിക്കേ. നമ്മുടെ ആ ഒരു മാർജിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ് അലൗഡ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ റേഞ്ചാ. ഈ റേഞ്ചിനിടെ നമ്മുടെ ഇൻപുട്ട് ലോയും ആകുന്നില്ല, ഹൈയും ആകുന്നില്ല. ഇത് ഫോർബിഡൻ റേഞ്ചാ. ഇവിടെ എന്ത് വന്നാലും അത് ഇൻപുട്ട് ഹൈ ആയിട്ടും ലോ ആയിട്ടും നമ്മൾ എടുക്കത്തില്ല. ഓക്കെ, ഇൻപുട്ട് ലോയും ആകത്തില്ല, ഇൻപുട്ട് ഹൈയും ആകത്തില്ല. അന്നേരം എന്താ പറ്റുന്നത്? ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വോൾട്ടേജ് ഈ വോൾട്ടേജും ആയിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോർമലി എടുക്കുന്നത്. അപ്പൊ ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോയുടെ അല്ലേ, ലോയുടെ മാക്സിമം അല്ലേ. അപ്പം വി ഐ എൽ മാക്സിമം. ഇതേതാണ്?
ഹൈ അല്ലേ, ഹൈയുടെ മിനിമം അല്ലേ, VIH മിനിമം. അതുകൊണ്ടാണ് ആ ഒരു വോൾട്ടേജിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഔട്ട്പുട്ടിലെയും ഹൈ ആകാനുള്ള മിനിമവും മാക്സിമം റേഞ്ച് അതും പറഞ്ഞാൽ ഇതാണ് കണ്ടോ, ഇതാണ് ഔട്ട്പുട്ട് സിഗ്നലിനകത്ത് ഔട്ട്പുട്ട് ഹൈ ആകാനുള്ള റേഞ്ച് ആണ് ഇത്. ഇതിനകത്ത് മിനിമം ഉണ്ട് മാക്സിമം ഉണ്ട്. ഈ 2.7 ആണ് ഇതിന്റെ മിനിമം വാല്യൂ. ഓക്കെ, അതുപോലെ ഇതാണ് ഡിസ്അലൗഡ് റേഞ്ച്. ഇതിന്റെ ഇടയ്ക്ക് ലോയും വരത്തില്ല ഹൈയും വരത്തില്ല. അപ്പം അതിന്റെ മാർജിൻ, ആ ഒരു റേഞ്ചിനെ ഇതുമാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് VOH മിനിമം. അതേപോലെ തന്നെ ഇത് എന്താണ്, ഔട്ട്പുട്ടിന്റെ ലോ റേഞ്ച് ആണ് ഇത്. ഓക്കെ, അതിനകത്ത് ഈ 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോ റേഞ്ചിന്റെ മിനിമം 0യും മാക്സിമം 0.5 അല്ലേ. അപ്പൊ BOLന്റെ മാക്സിമം ഇതാണ് ആ രണ്ട് വോൾട്ടേജ്. അപ്പൊ നോർമലി നമ്മൾ ഈ ഒരു വോൾട്ടേജ് പാരാമീറ്റേഴ്സ് നമ്മൾ ലോജിക് ഫാമിലിക്ക് ഡിഫൈൻ ചെയ്യും. അതുകൊണ്ടാണ് അതിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഹൈ ലെവൽ ഈ ഒരു ഫിഗർ നോക്കേണ്ട ആവശ്യമില്ല, മറ്റേത് വെച്ച് തന്നെ പറയാം. ഓക്കെ, ഇത് കാണാൻ പഠിക്കണ്ട. പക്ഷെ VIHന് മിനിമം ഉണ്ട്, VIL മാക്സിമം ഉണ്ട്. ഇതെന്താണെന്ന് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, എന്താണ് അത് ഡിനോട്ട് ചെയ്യുന്നതെന്നൊക്കെ. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, കറണ്ട് പാരാമീറ്റേഴ്സും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ തന്നെ അനലോഗസ് ആയിട്ട് മാറ്റിയിട്ട് അതിന്റെ കറണ്ട് വാല്യൂസും ഉണ്ട്. ഓക്കെ, ഇതും ബൈഹാർട്ട് ഡെഫിനിഷൻ ഒന്നും പഠിക്കണ്ട. ഈ നമ്മുടെ ലോജിക് ഫാമിലി, TTL ലോജിക് ഫാമിലി കുറെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ഷോർട്ട് കീ, പിന്നെ ലോ പവർ ഷോർട്ട് കീ ഉണ്ട്. ഇത് ഞാനൊരു സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട് ഇനി വരുന്നത്. അതിന്റെ ഡിഫറെന്റ് ലോജിക് ഫാമിലിയുടെ ഈ IOLന്റെ ഈ കറണ്ട് പാരാമീറ്റേഴ്സിന്റെ വാല്യൂ ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ഇവിടെ ഈ നോർമലി ഈ വാല്യൂസ് ചോദിക്കുന്നതും PSCക്ക് എപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ടേബിൾ എടുത്തതേ ഉള്ളൂ. പറ്റുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു റേഞ്ച് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ കറണ്ടിന്റെയും ഇതിന്റെയൊക്കെ ഒരു റേഞ്ച്. വോൾട്ടേജിന്റെ ഇത് കറണ്ടിന്റെ അല്ലേ, വോൾട്ടേജിന്റെ നമ്മളിത് ഈ പഠിച്ചതാ. ഇതാണ് വോൾട്ടേജിന്റെ റേഞ്ച് TTLന്റെ. ബൈഹാർട്ട് ചെയ്യാനായിട്ട് അത്രയും വാല്യൂ ബുദ്ധിമുട്ടാണ്, പക്ഷെ തന്നിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ കുറെ റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ റേഞ്ച് ഒന്ന് ഓർത്ത് വെക്കുക. ഇത് വോൾട്ടേജിന്റെ ലെവലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് കറണ്ടിന്റെ ലെവൽ. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്നെങ്കിൽ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഫാൻ ഔട്ട് എന്താണെന്നാണ്. ഓക്കെ, എന്താണ് ഫാൻ ഔട്ട് എന്താണെന്ന്. ഫാൻ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലോജിക് ഫാമിലിയുടെ ഫാൻ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എത്ര ലോഡ് ആ ലോജിക് ഗേറ്റിന് ഡ്രൈവ് ചെയ്യാൻ പറ്റും, അതാണ് ഫാൻ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാക്സിമം നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ലോജിക് ഇൻപുട്ട്, ഓർ വേറൊരു രീതി പറയുവാണെങ്കിൽ നമ്പർ ഓഫ് ലോഡ്സ് ദാറ്റ് എ ലോജിക് ഫാമിലി ക്യാൻ, ലോജിക് ഫാമിലിയുടെ ഔട്ട്പുട്ട്, ഒരു ലോജിക് ഫാമിലി അല്ലെങ്കിൽ ഒരു ലോജിക് ഫാമിലിക്കകത്ത് ഒരു ലോജിക് ഗേറ്റിന്റെ ഔട്ട്പുട്ടിന് എത്ര ലോഡ് ഡ്രൈവ് ചെയ്യാൻ പറ്റും, അതാണ് എന്ത് ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഇപ്പൊ ഇവിടെ നോട്ട് ഗേറ്റ്, ഈ നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ടിലേക്ക് എത്ര ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്, 1, 2, 3, 4. കണ്ടോ, ഇതായിരിക്കും എന്റെ ഫാൻ ഔട്ട്. മറ്റൊരെണ്ണം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിരിക്കില്ല. ഇറ്റ് വിൽ നോട്ട് റിസീവ് ദ സഫിഷ്യന്റ് വോൾട്ടേജ് കറണ്ട്. അത് പറ്റത്തില്ല. കറണ്ട് സോഴ്സിങ് അവിടെ പോസിബിൾ ആയിരിക്കില്ല എക്സസ് യൂസ് ചെയ്യുവാണെങ്കിൽ. അപ്പൊ നമ്പർ ഓഫ് ഡിവൈസസ്, നമുക്ക് ഔട്ട്പുട്ടിൽ എത്ര ഡിവൈസസ് നമുക്ക് സേഫ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അതാണ് എന്ത് ഫാൻ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരുപാട് ഫാൻ ഔട്ട് ഉണ്ടെങ്കിൽ ആ ഗേറ്റ്സ് തീർച്ചയായിട്ടും എന്തായിരിക്കും അറിയാം, സ്ലോവർ ആയിരിക്കും. ഫാൻ ഔട്ട് കൂടുതലാണെങ്കിൽ ഗേറ്റ് സ്ലോവർ ആയിരിക്കും. ഓക്കെ, ഓരോ ലോജിക് ഫാമിലിക്കും ഓരോ ഫാൻ ഔട്ടിന്റെ ഫാനിന്റെ ഒക്കെ വാല്യൂ ഉണ്ട്. അതെല്ലാം പഠിക്കണം. അത് ഞാനൊരു ടേബിൾ ആക്കി ഇട്ടിട്ടുണ്ട്. സോ അത് ഇത്രയും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നത് ഇത് വേറൊരു ലോജിക് ഫാമിലിയുടെ കാണിച്ചിരിക്കുകയാണ്. ഇത് വേറൊരു ലോജിക് ഫാമിലിയുടെ കാണിച്ചിരിക്കുകയാണ്. ഒരു ലോജിക് ഫാമിലി ഉണ്ട്, അതിന്റെ ഔട്ട്പുട്ട് ഈസ് കണക്റ്റഡ് ടു, കണ്ട 1, 2, 3. നോട്ട് ഇതിന് ആൻഡ് സിംപ്ലി കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. ഇതിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന കറണ്ടാണ്. ആ കറണ്ടിനെ ഓരോ ഡിവൈസിലേക്കും നമ്പർ ഓഫ് ഫാൻ ഔട്ട് എത്രയാണ് അതനുസരിച്ച് ഓരോ ലോഡിലേക്കും അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ റിലയബിളി എത്ര ഔട്ട്പുട്ട് ആ ഒരു ഗേറ്റിന് ഡ്രൈവ് ചെയ്യാൻ പറ്റും, അതാണ് ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡിപ്പെൻഡിങ്, കൂടുതൽ ഫാൻ ഔട്ട് ഉണ്ടെങ്കിൽ അത് സ്ലോവർ ആയിരിക്കും. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഫാൻ ഇൻ എന്താണെന്നാണ് പറയേണ്ടത്. ഫാൻ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റിൽ എത്ര ഇൻപുട്സുകൾ നമുക്ക് ആ ഗേറ്റിൽ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, അതാണ് എന്ത്
ഫാൻ ഇൻ എന്ന് പറഞ്ഞാൽ അതാണ് എന്ത് ഫാൻ ഇൻ. ഓക്കെ, നമ്പർ ഓഫ്, see it is the number of inputs, it is the number of inputs that a logic gate, that a logic gate can handle. ഓക്കെ, എത്ര ഇൻപുട്ട് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതാണ് ഫാൻ ഇൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, most TTL have one or two inputs, although some have more inputs. മോർ ഇൻപുട്സ് ആണ്, മോർ ഇൻപുട്സ്. പി പി ടി ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് മാറ്റിത്തരാം, ഒന്ന് രണ്ട് വേർഡ് മിസ്സിംഗ് ആണ്. ഇതാണ് ഫാൻ. ഇതിന്റെയൊക്കെ വാല്യൂസ് ആണ് പഠിച്ചു വെക്കേണ്ടത്. ഓരോ ലോജിക് ഫാമിലിക്കും ഫാനിൻ എത്രയാണ്, ഫാൻ ഔട്ട് എത്രയാണെന്നുള്ളത് പഠിക്കണം. അത് കമ്പാരിസൺ ടേബിൾ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ പിന്നെ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് വോൾട്ടേജ് കറന്റ് പാരാമീറ്റേഴ്സിനകത്ത് കുറെ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തന്നില്ലേ. IOH ഉണ്ട്, IIH ഉണ്ട്, VOH ഉണ്ട്, VIH ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. വോൾട്ടേജ് പാരാമീറ്റേഴ്സ് പോലെ തന്നെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു കറന്റിലും പാരാമീറ്റേഴ്സ് ഉണ്ട് അല്ലെ. കറണ്ട് ഈ താഴെയുള്ള ഡിനോട്ട് ചെയ്യുന്നത് ഇൻപുട്ട് ആണ്, ഇത് കറണ്ട്. താഴെയുള്ള ഡിനോട്ട് ചെയ്യുന്നത് ഔട്ട്പുട്ട് ആണ്. ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് ലോജിക് ഹൈ ആകാം അല്ലെങ്കിൽ ലോജിക് ലോയോ ആകാം. കണ്ടോ, ഔട്ട്പുട്ട് ഹൈ ആകാം അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോജിക് ലോയോ ആകാം. ഇതൊക്കെയാണ് നമ്മുടെ കറന്റ് പാരാമീറ്റേഴ്സ്, ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കറന്റ് പാരാമീറ്റേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന അടുത്ത പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നോയിസ് മാർജിൻ ആണ്. ഓക്കെ, ട്രാൻസിഷൻ ടൈം ആണ്, നിൽക്കട്ടെ. ഓക്കെ, നോയിസ് ഇമ്മ്യൂണിറ്റി ഓർ നോയിസ് മാർജിൻ, അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ വോൾട്ടേജ് പാരാമീറ്റേഴ്സിൽ നിന്നാണ് നമുക്ക് നോയിസ് മാർജിൻ കിട്ടുന്നത്. ഓക്കെ, സോ വോൾട്ടേജ് പാരാമീറ്റേഴ്സ് ഗീവ് നോയിസ് മാർജിൻ. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ കറന്റ് പാരാമീറ്റേഴ്സ് ഇല്ലേ, അത് എവിടെയാ യൂസ് ചെയ്യുന്നറിയാവോ? നമ്മളിപ്പോ ഈ പറഞ്ഞ ഫാൻ ഔട്ട് ഇല്ലേ, ഫാൻ ഇന്നും അതിന് തൊട്ട് മുമ്പ് ഞാൻ ഫാൻ ഔട്ട് പറഞ്ഞില്ലേ, ഈ ഫാൻ ഔട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറന്റ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, അതുകൂടി ഇപ്പൊ ഇവിടെ പറയട്ടെ. കറന്റ് പാരാമീറ്റേഴ്സ് ഗീവ് ബോത്ത് ഫാൻ ഇൻ ആൻഡ് ഫാൻ ഔട്ട്. ഓക്കെ, കണ്ടുപിടിക്കാനായിട്ടാണ് എന്ത് ഈ കറന്റ് പാരാമീറ്റേഴ്സ് വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ഫാൻ ഇന്നും ഫാൻ ഔട്ട് ഒക്കെ നമുക്ക് കറന്റ് പാരാമീറ്റേഴ്സ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിന്റെ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ അതുകൂടി പറയട്ടെ. കറന്റ് പാരാമീറ്റേഴ്സ് ആണ് നമ്മുടെ IOH, IOL ഒക്കെ. ഓക്കെ, അപ്പൊ ഫാൻ ഔട്ട് ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഈ ഫാൻ ഔട്ട് ലോജിക് ഹൈക്കും ഉണ്ട്, അതുപോലെ തന്നെ ഫാൻ ഔട്ട് ലോജിക് ലോയ്ക്കും ഉണ്ട്. ഓക്കെ, ലോജിക് ഹൈയുടെ ഫാൻ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് വാല്യൂ ഓഫ് I ഇൻ കറണ്ട്, O എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് ഹൈ ആകുമ്പോഴുള്ള ഈ വാല്യൂസ് ഒക്കെ പ്രോബ്ലം ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ അവർ ക്വസ്റ്റ്യനിൽ തരും വാല്യൂസ് എല്ലാം. ഫോർമുല നിങ്ങൾ അറിയണം. ദിസ് ഈസ് IOL ഡിവൈഡഡ് ബൈ IIL. ഓക്കെ, ഇതാണ് ഫാൻ ഔട്ട് ഹൈയും ഫാൻ ഔട്ട് ലോയും. പക്ഷെ പ്രോബ്ലത്തിൽ എപ്പോഴും ചോദിക്കുന്നത് ഓവറോൾ ഫാൻ ഔട്ട് എത്രയാണെന്ന് ചോദിക്കുന്നത്. ഓവറോൾ ഫാൻ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൻ ഔട്ട് ഹൈയും ഫാൻ ഔട്ട് ലോയും കിട്ടത്തില്ലേ, അതിനകത്ത് മിനിമം വാല്യൂ, ഈ ഫാൻ ഔട്ട് ഹൈയും അതേകൂട്ട് തന്നെ ഫാൻ ഔട്ട് ലോ. ഓക്കെ, ഇതിനകത്ത് ഏതാണോ മിനിമം വാല്യൂ കിട്ടുന്നത് അത്. ഇപ്പൊ ഇതിന് 20, ഇതിന് 30 കിട്ടുന്നതെങ്കിൽ ഓവറോൾ ഫാൻ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആയിരിക്കും. മനസ്സിലായില്ലേ? അതിന്റെ മിനിമം വാല്യൂ ആണ് നമ്മുടെ മൊത്തത്തിലുള്ള ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞത് ഇവിടെ നോയിസ് മാർജിനിലേക്ക് വന്നല്ലോ. ഓക്കെ, ഈ വോൾട്ടേജ് പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, VOH, VIH, ആ വോൾട്ടേജ് പാരാമീറ്റേഴ്സ് വെച്ച് കണ്ടുപിടിക്കുന്ന സംഭവമാണ് ഈ നോയിസ് മാർജിൻ എന്ന് പറയും. എന്താണ് നോയിസ് മാർജിൻ എന്ന് പറയും? നോയിസ് മാർജിൻ ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനല്ല, അതിനെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ലോജിക് 1 ഇത് ഔട്ട്പുട്ട് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന റേഞ്ച് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന റേഞ്ചിനകത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ലോജിക് ഹൈ ആകാം, ഔട്ട്പുട്ട് വോൾട്ടേജ് ലോജിക് ലോയും ആകാം. കണ്ടോ, ഇതിനിടയ്ക്ക് ഒരു ഡിസ്അലവബിൾ റേഞ്ച് ഉണ്ട്. അതിനകത്ത് വരുന്ന വോൾട്ടേജ് റേഞ്ചിനെ 1 ആയിട്ടും 0 ആയിട്ടും എടുക്കത്തില്ല. ഓക്കെ, ഇനി ഈ മാർക്ക് ചെയ്തിരിക്കുന്ന നോക്കിക്കേ, ഇത് ഔട്ട്പുട്ട് അല്ലേ, അപ്പൊ ഇത് ലോജിക് 1 ഹൈ അല്ലേ, അപ്പൊ ഔട്ട്പുട്ട് ഹൈയുടെ മിനിമം റേഞ്ച് ആണിത്. മാക്സിമം ഇവിടെ എത്രയും വരും നമുക്കറിയില്ല. ലോജിക് 1 ആ വോൾട്ടേജിന്റെ മിനിമം വോൾട്ടേജ് റേഞ്ച് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, VOH മിനിമം എന്ന് പറയും. അതേ കൂട്ട് ഇത്
ലോജിക് സീറോ കണ്ട, ലോജിക് സീറോ ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ട് ലോജിക് സീറോ അല്ലെങ്കിൽ ലോജിക് ലോ ആകാനുള്ള മാക്സിമം റേഞ്ച് ആണ് ഇത്. ഇവിടെ നിന്ന് എവിടെയോ തുടങ്ങി ഇവിടെ വരെ അപ്പൊ ഇത് VOL മാക്സിമം. ഓക്കെ, അപ്പം അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം അപ്പം ദേ ഇത് രണ്ടും എല്ലാം കൂടി നമ്മൾ ഒറ്റയടിക്ക് നോക്കരുത്. ഫസ്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജിനകത്ത് VOH മിനിമവും കണ്ട VOL മാക്സിമവും ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച്. ഇൻപുട്ട് വോൾട്ടേജിന് ഇതിനകത്ത് ഇതേ കൂട്ട് ലോജിക് ഹൈ ആകാം, അല്ലെങ്കിൽ ലോജിക് സീറോയും ഉണ്ട്, ലോജിക് ഹൈ ഉണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് കുറെ വോൾട്ടേജ് ഉണ്ട്, ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് കുറെ വോൾട്ടേജ് ഉണ്ട്. നടുക്ക് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ട്. അതിനകത്ത് ഇൻപുട്ട് ലോയും എടുക്കത്തില്ല, ഹൈയും എടുക്കത്തില്ല. ഓക്കെ, ഈ ലോജിക് സീറോയുടെ ഈ വാല്യൂവിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻപുട്ട് VI കണ്ട, VI ലോജിക് ലോ അല്ലേ, ലോജിക് സീറോ അല്ലേ, അപ്പൊ VILന്റെ ഈ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ VILന്റെ മാക്സിമം ആണ്. മിനിമം എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയോ, അതുകൊണ്ടാണ് ഇത് VIL മാക്സിമം എന്ന് എഴുതിയിരിക്കുന്നത്. അതേ കൂട്ട് നീ ഇത് നോക്കുവാണെങ്കിൽ എഗെയിൻ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഇൻപുട്ട് വോൾട്ടേജ് ഹൈ ആകാനുള്ള അതിന്റെ ലോ റേഞ്ച് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, അതായത് മിനിമം വാല്യൂ. അതാണ് VIH മിനിമം എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫിഗറിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ വോൾട്ടേജ് പാരാമീറ്റേഴ്സ് നമ്മൾ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ, ഈ ഡിസ്അലോവബിൾ റേഞ്ചിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വോൾട്ടേജും വേണം. അതുകൊണ്ടാണ് ഇത് രണ്ടും എടുത്തിരിക്കുന്നത്. ഇനി ഇൻപുട്ട് വോൾട്ടേജിനകത്തെയും ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഡിസ്അലോവബിൾ റേഞ്ചിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇതുമാണ് കണ്ടോ. അതുകൊണ്ടാണ് ഈ വോൾട്ടേജും എടുത്തിരിക്കുന്നത്. ഇവിടെ മറ്റേതെടുത്ത്, ഇവിടെ ഇതും എടുത്തു. ഓക്കെ, ഇനി നമ്മൾ നോയ്സ് മാർജിൻ പറയാൻ പോവാം. ഈ നോയ്സ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എന്താണ്, നമ്മുടെ സർക്യൂട്ട് ആ ഒരു റീജിയനിൽ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്താലേ അത് പ്രോപ്പർ ആയിട്ട് അത് വർക്ക് ചെയ്യുള്ളൂ. ആ നോയ്സസിനെയൊക്കെ റിമൂവ് ചെയ്ത്, അല്ലെങ്കിൽ നോയ്സ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. നോയ്സ് കയറി ഒരുപാട് നോയ്സ് പ്രസൻസ് വളരെ കൂടും. അപ്പൊ എപ്പോഴും ഈ നോയ്സ് മാർജിൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, നോയ്സ് ഇമ്മ്യൂണിറ്റി ഓർ നോയ്സ് മാർജിൻ എന്ന് പറയാം. ഈ നോയ്സ് മാർജിനെയാണ് ഇവർ ഈ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. VNH എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നതാണ് നോയ്സ് മാർജിൻ. ഓക്കെ, അപ്പൊ ഈ NM എന്നും പറയാറുണ്ട് നോയ്സ് മാർജിൻ. ഇവിടെ നോയ്സ് മാർജിനെ N എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. നോയ്സ് മാർജിൻ ഹൈയും ഉണ്ട്, നോയ്സ് മാർജിൻ തന്നെ ലോയും ഉണ്ട്. നമ്മൾ ഫാൻ ഔട്ട് ഹൈ, ഫാൻ ഔട്ട് ലോ പറഞ്ഞതുപോലെ നോയ്സ് മാർജിന്റെ ഹൈ ഉണ്ട്, നോയ്സ് മാർജിന്റെ ലോയും ഉണ്ട്. നോയ്സ് മാർജിന്റെ ഹൈ നോക്കിക്കേ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഹൈ ലോജിക് 1ന്റെ ലെവല്, അതായത് ഈ ലെവലും കൂടി കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഇതാണ് എന്ത്? നോയ്സ് മാർജിൻ ഹൈ. അതേ കൂട്ട് ലോജിക് ലോ ഇല്ലേ, ലോജിക് ലോയുടെ ആ റേഞ്ചുകൾ നമ്മൾ മുമ്പേ മാർക്ക് ചെയ്ത ഈ വോൾട്ടേജ് റേഞ്ചും കൂടി കുറയ്ക്കുമ്പോൾ നമുക്ക് VNL കിട്ടും കണ്ടോ. അപ്പൊ അതാണ് എഴുതിയിരിക്കുന്നത്. VNH എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? VOH മിനിമം മൈനസ് VIH മിനിമം കണ്ടോ. ഇനി VNL എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് VIL മാക്സിമം മൈനസ് VOL മാക്സിമം. ഇതിന്റെ ഇടയ്ക്കുള്ള ഈ വാല്യൂ ആണ് എന്ത്? VNL എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഇടയ്ക്കുള്ള ഈ വാല്യൂ ആണ് എന്ത്? VNH എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെയും ഇൻപുട്ട് വോൾട്ടേജിന്റെയും റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇത് പഠിക്കണം. ഒന്നുമില്ല, ഇത് ഓർത്ത് വെക്കണം ഫോർമുല. ചുമ്മാതെ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഫോർമുല വെച്ചിട്ടായിരിക്കും VOH മിനിമവും VIH മിനിമവും പരീക്ഷയ്ക്ക് 2 വാല്യൂ തരും. എന്നിട്ട് നോയ്സ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുവാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇതിനൊരു റേഞ്ച് മിനിമം മാക്സിമം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. മീൻസ് മുമ്പ് ഫാൻ ഔട്ട് പറഞ്ഞപ്പോൾ ആ ഫാൻ ഔട്ട് ഹൈയും ഫാൻ ഔട്ട് ലോയും ഉണ്ടെങ്കിൽ അതിന്റെ ഓവറോൾ ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഈ നോയ്സ് മാർജിൻ ഇത് രണ്ടെണ്ണം ഇങ്ങനെ പഠിച്ചു വെക്കണം ഫോർമുല. ഓക്കെ, ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ ആകുമ്പോൾ മിനിമം റേഞ്ചിന്റെ വാല്യൂ തരും. ഇൻപുട്ട് വോൾട്ടേജ് ഹൈ ആകാനുള്ള മിനിമം വാല്യൂ തരും. അതുപോലെ തന്നെ ഇൻപുട്ട് വോൾട്ടേജ് ലോ ആകാനുള്ള മാക്സിമം വാല്യൂ തരും. ഔട്ട്പുട്ട് വോൾട്ടേജ് ലോ ആകാനുള്ള മാക്സിമം വോൾട്ടേജും ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് തരും. ഈ ഫിഗർ ഒന്നും ആരും തരാൻ പോകുന്നില്ല. ഫിഗർ ആവശ്യമില്ല നമുക്ക്. ഫോർമുല അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. നോയ്സ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ഡിസൈൻ മാർജിൻസ് ടു എൻഷുർ ദാറ്റ് സർക്യൂട്ട് ആ ഒരു മാർജിൻ വെച്ച് ഡിസൈൻ ചെയ്യുമ്പോഴേ സർക്യൂട്ട് കറക്റ്റ് ആയിട്ട് നോയ്സിന്റെ ഇഫക്റ്റ് കുറഞ്ഞ് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, നോയ്സ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ടിന്റെ എബിലിറ്റി ടു ടോളറേറ്റ് ദ നോയ്സ്. ഓക്കെ, അതാണ് നോയ്സ് മാർജിനെ പറ്റി പറയുന്നത്. ഓക്കെ.